ഹുവാവേ നോവ 14 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹുവാവേ നോവ 14 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഹുവാവേ നോവ 14 6.5 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനൊക്കെ വരുന്നുണ്ട്. പിന്നെ AMOLED ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. LTPO എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ 300 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനാണ് ഇതിൽ വരുന്നത്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ ഹുവാവേ നോവ 14 സീരീസിൽ വരുന്ന മറ്റ് ഫോണുകളെ പോലെയല്ല, ഇതിൽ സിംഗിൾ പഞ്ചോളാണ് വരുന്നത്. മറ്റ് ഫോണുകളിൽ ഡ്യുവൽ പഞ്ചോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 2160 ഹെർട്സിൻ്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അലൂമിനിയം സിലിക്കേറ്റ് ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം തിരക്കുള്ള നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 192 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.18 mm ആണ്. പിന്നെ IP65 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് പ്രോസസ്സറാണ് വരുന്നത് എന്നുള്ള കാര്യം അവർ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടില്ല. കിരീൻ്റെ പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. പിന്നെ റിപ്പോർട്ടുകൾ പറയുന്നത് കിരീൻ 8000 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത് എന്നാണ്. ഇപ്പം ഈ ഒരു ഫോണിൻ്റെ വില ഏകദേശം 32,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പം ഹുവാവേക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സറോ അല്ലെങ്കിൽ മീഡിയാടെക്കിൻ്റെ പ്രോസസ്സറോ ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് പല ബാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് ഈ ഒരു പ്രോസസ്സറൊക്കെ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സർ യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചൊരു പ്രോസസ്സറാണ് എന്നൊന്നും പറയാനും പറ്റില്ല. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 256 GB ഇൻറ്റേർണലാണ് വരുന്നത്. 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. NFC-യുടെ സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നില്ല. പിന്നെ ഇതിൽ ഹാർമണി OS സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ആൻഡ്രോയിഡിൻ്റെ സപ്പോർട്ട് ഇതിൽ വരുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ പല ആപ്പുകളും അവർക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഫോണിൻ്റെ പിന്നിൽ വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ f1.9 അപ്പേഴ്സിൽ വരുന്ന ഒരു മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. ഇത് RYYB സെൻസറാണ്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഈ ഒരു സെൻസർ തന്നെ മാക്രോ സെൻസറായിട്ടും യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ 12 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസ് ഇതിൽ വരുന്നുണ്ട്. ഇതും RYYB സെൻസറാണ്. OSൻ്റെ സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 50 മെഗാപിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ ഹുവാവേയുടെ ഡിവൈസുകളിൽ അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് പൊതുവേ കിട്ടാറുണ്ട്. അപ്പം ഇതിൽ നല്ലൊരു ക്യാമറ പെർഫോമൻസ് നമുക്ക് എക്സ്പെക്റ്റും ചെയ്യാവുന്നതാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5500 mAh ബാറ്ററിയാണ് വരുന്നത്. 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയും ചാർജിങ് സ്പീഡൊക്കെ ഇതിൽ വരുന്നുണ്ട്. Type-C ചാർജിങ് പോർട്ടാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പൊക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോണിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2699 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 32,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ, പ്രോസസ്സർ അത്ര ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ബാക്കി ഫീച്ചേഴ്സ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സാണ്. നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും നല്ല ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും നല്ല ബാറ്ററി സെറ്റപ്പൊക്കെ വരുന്നുണ്ട്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ മിക്കവാറും ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യില്ല. കാരണം ഹുവാവേക്ക് ഗൂഗിളിൻ്റെ സപ്പോർട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്താലും അത്ര സക്സസ് ആയിക്കൊള്ളണം എന്നില്ല. കുറച്ചായിട്ട് ഹുവാവേ അവരുടെ ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാറില്ല. അപ്പം ഈ ഒരു ഫോൺ മിക്കവാറും ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ മിക്കവാറും ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് വന്നിട്ടില്ല. എന്തായാലും ഹുവാവേയുടെ നോവ 14 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.